എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. അതായത് വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്താൽ നമുക്ക് അതിന് നിർവചനം കിട്ടും. മലയാളം നിർവചനം എന്ന് പറയുന്നത് വിളംബിത സംതൃപ്തി. ഇപ്പം നിലവിൽ ഒരു കാര്യം നമുക്ക് വേണ്ട എന്ന് നമ്മൾ ത്യജിച്ചിട്ട് അത് ഫ്യൂച്ചറിലത്തേക്ക് വേണ്ടി നമുക്കത് കിട്ടട്ടെ എന്ന് കുറച്ച് ഡിലേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം എനിക്കത് വേണ്ട, തൽക്കാലം ഇപ്പം ഞാനത് ഇപ്പം എനിക്കൊരു വില കൂടിയ സാധനം ഇപ്പോൾ മേടിക്കണമെന്നുണ്ട്, അത് മേടിക്കാതെ ഫ്യൂച്ചറിലത്തേക്ക് മതി എന്ന് കരുതുന്ന ഒന്നാണ്. അല്ലെങ്കിൽ എന്തോ ആവാം, നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ പോകണം, അത് ഇപ്പം ചെയ്യുന്നില്ല, ഒന്ന് വെയിറ്റ് ചെയ്ത് പലരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഞാൻ ആ തീരുമാനം എടുക്കാം എന്നുള്ളൊരു ധാരണയിലെത്തുകയാണ്. അപ്പോൾ കുറച്ചൊന്ന് ഡിലേ ചെയ്യണം. എന്തിനാണ്? ഫ്യൂച്ചറിൽ നമുക്ക് നല്ല ഒരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ കൊണ്ടുള്ള ഗുണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. പരീക്ഷണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ പ്രൊഫസറായിരുന്ന വാൾട്ടൺ മിഷേലാണ് ഒരു പരീക്ഷണം നടത്തി. കുറച്ച് കിൻഡർ ഗാർഡനിൽ ആ ഏജിലുള്ള കുട്ടികളെയൊക്കെ ഇരുത്തിയിട്ട് മാഷ്മല മുട്ടായി വെച്ചു കൊടുത്തു. മുട്ടായി എടുത്ത് കഴിക്കാം, ഒരെണ്ണം തരും, പക്ഷേ 15 മിനിറ്റ് നിങ്ങൾ ഈ മുട്ടായി കഴിക്കാതെ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 2 മാഷ്മലോ മുട്ടായി തരുമെന്ന് പറഞ്ഞു. അതിൽ എന്ത് ചെയ്തു? ചില കുട്ടികളൊക്കെ ഒരെണ്ണം എടുത്ത് പെട്ടെന്ന് കഴിച്ചു, പക്ഷെ ചിലരെന്ത് ചെയ്തു? കഴിച്ചില്ല, വെയിറ്റ് ചെയ്തു. 15 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ 2 കിട്ടുമല്ലോ. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത കുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിൽ പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒന്ന് പരീക്ഷണം നടത്തി നോക്കിയപ്പോൾ മനസ്സിലായത് അവർ വളരെയധികം സക്സസ്ഫുള്ളായിട്ടുണ്ട്. അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ പേഷ്യൻസിലൂടെ അവരുടെ ജീവിതത്തിൽ അവരുദ്ദേശിച്ച ഒരു വിഷനിൽ അവരെത്തിച്ചേർന്നിട്ടുണ്ട്. ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷനിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് നല്ല സെൽഫ് കൺട്രോൾഡ് ആയിരിക്കും. നമ്മളാ കൺട്രോൾ ചെയ്യും, നമ്മുടെ മൈൻഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യും. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, പിന്നെ എന്തൊക്കെ കാര്യം കാണണം, കേൾക്കണം, പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യണം. ഇപ്പോൾ ഒരു ഫിലിം നമുക്ക് മൂവി പോയി കാണാം, പക്ഷെ നമ്മളിപ്പോൾ മൂവി കാണുന്നില്ല. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു അഡിക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാം, പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. എല്ലാം ഡിലേ ചെയ്യാണ്. അപ്പോൾ അങ്ങനെയുള്ള ഹാബിറ്റ് നമ്മൾ ഡിലേ ചെയ്യുമ്പോൾ പിന്നീട് നമ്മളത് ഓർത്തിരിക്കത്തില്ല, അതങ്ങ് മറന്ന് പോകും. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാം. ആവശ്യമുള്ള കാര്യങ്ങളിലോട്ട് മാത്രം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത്. നല്ലൊരു റിലേഷൻഷിപ്പ് കൊണ്ടുവരാൻ സാധിക്കും. കാര്യം നമ്മൾ പെട്ടെന്ന് ചാടിക്കയറി ഒരു തീരുമാനം എടുക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചാടിക്കയറി ദേഷ്യപ്പെടുന്നില്ല. എല്ലാം ഡിലേ ചെയ്യണം. ഒരു കാര്യം കേട്ടു, നമ്മളൊന്ന് വെയിറ്റ് ചെയ്തു, ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തു, അതിനുള്ള റിപ്ലൈ പിന്നെ കൊടുക്കുകയാണ്. അപ്പം നമുക്ക് അതിലൂടെ ഉണ്ടാവുന്ന നമ്മളുടെ ഈ ആങ്കർ, ടെംപ്റ്റേഷനൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്നും കൂടെ ഇരുത്തി ചിന്തിക്കും, അയ്യോ ഞാൻ അപ്പോൾ അവിടെ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മളൊന്ന് ക്ഷമയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഉപയോഗപ്പെടും. നമുക്ക് നമ്മളുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് ഹർട്ട് ചെയ്യാതെ നമുക്ക് കാര്യങ്ങൾ നല്ല ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യാൻ മറ്റുള്ളവർക്ക്, അറ്റ്ലീസ്റ്റ് ബിസിനസ്സിലും നമ്മുടെ പഠനത്തിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുമായിട്ട് കൺസൾട്ട് ചെയ്യാനുള്ള ഒരു അവസരവും കൂടിയാണ് ഈ ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ വഴി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഫൈനാൻഷ്യലായിട്ടുള്ളൊരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നല്ലൊരു സേവിങ്സ് നമുക്കിതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പെട്ടെന്ന് നമ്മളൊരു കടയിൽ കയറി നമ്മൾ മെനു എല്ലാം നോക്കുമ്പോൾ ഏറ്റവും കൂടിയ ഐറ്റം ഉണ്ട്, വില കൂടിയ ഐറ്റം ബിരിയാണി ഉണ്ടാകും, ഏറ്റവും വില കൂടിയ ജ്യൂസ് മേടിച്ച് കുടിക്കാം. പക്ഷെ ഒരു ഇതിൽ തന്നെ നമുക്ക് 10,000 രൂപ തീർക്കാൻ സാധിക്കും. പക്ഷെ നമ്മളവിടെ ചിന്തിക്കുകയാണ്, ഓക്കെ ഇന്ന് ഞാനിത് കഴിക്കുന്നില്ല, ഇന്ന് ഞാൻ തൽക്കാലം ഒരു ഊണ് മേടിച്ച് കഴിച്ച് തൽക്കാലം സംതൃപ്തി അടങ്ങിപ്പോവാം. അപ്പോൾ അത്രയും രൂപ സേവ് ചെയ്തു, 100 രൂപയ്ക്കകത്ത് കാര്യം കഴിഞ്ഞു, ബാക്കി അത്രയും രൂപ സേവ് ചെയ്തു. അപ്പോൾ അതെന്താണ്? ഫിനാൻഷ്യലായിട്ട് നമുക്ക് ഒരുപാട് സേവിങ് ആണ്. അത്രയും പൈസ സേവ് ചെയ്തു, മറ്റൊരിക്കൽ നമുക്ക് കഴിക്കാമെന്ന് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. അത് നമ്മൾ ചില ഇഷ്ടങ്ങളെ, ഭയങ്കരമായിട്ടുള്ള ഇഷ്ടങ്ങളെ താൽക്കാലികമായി നമുക്കതിന് ശമനം കിട്ടുമെങ്കിലും അത് തൽക്കാലം വേണ്ടാന്ന് വെക്കുകയാണ്. ഫ്യൂച്ചറിൽ നമുക്ക് പക്ഷേ അതുകൊണ്ട് പല സ്ഥലങ്ങളിലും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഫൈനാൻഷ്യലായിട്ടുള്ള സേവിങ്ങിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ. മിക്ക സക്സസ്ഫുള്ളായിട്ടുള്ള ആളുകളും അത് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണമെങ്കിൽ വില കൂടിയ കാർ കാണുമ്പോഴേ മേടിക്കാം, വില കൂടിയ ഡ്രസ്സ് മേടിക്കാം. പലരും സിമ്പിളായിട്ട് അവരുടെ ലൈഫ് കൊണ്ടുപോകുന്നതിൻ്റെ പ്രധാന കാരണം ഈ ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ. അവർക്കറിയാം ഇന്നത് തീർത്താൽ നാളെ കാണത്തില്ല. അപ്പോൾ അവരത് വെക്കുന്നത് ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് കണക്കാക്കുന്ന ഒരു സംഭവമാണ്.
ആയിട്ടുള്ളൊരു പോയിൻ്റ്, നമ്മുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ ഇതൊരുപാട് ഉപയോഗപ്പെടും. കാര്യം നിങ്ങൾ ചാടിക്കേറിയൊരു തീരുമാനം ഓഫീസിൽ എടുക്കുന്നില്ല, ചാടിക്കേറിയൊരു കാര്യം ചെയ്യുന്നില്ല, കിട്ടുന്ന ജോലികളിലെല്ലാം മാറി കയറുന്നില്ല. പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ ആ ഇരിക്കുന്ന ജോലിയിൽ ഫോക്കസ് ചെയ്ത് അവിടെ നിന്നുകൊണ്ട് തന്നെ നെക്സ്റ്റ് ലെവലിലോട്ട് എത്തി മാക്സിമം നിങ്ങൾ ഏതൊക്കെ ലെവൽ എത്തിപ്പെടാൻ പറ്റുമോ ആ ലെവലിൽ എത്തിപ്പെടാൻ സാധിക്കുന്നെങ്കിൽ നിങ്ങളുടെ ടൈം അത്രയ്ക്കും നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് കിട്ടുകയാണ്. നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ ടൈം. ഒരു സ്ഥലത്ത് നിന്ന് ചാടി അടുത്ത സ്ഥലത്തോട്ട് എവിടെ എത്തുന്നില്ല, വീണ്ടും പഴയ ലെവലിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ ചില തീരുമാനങ്ങൾ ചാടിക്കേറി എടുക്കാതെ, ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പെട്ടെന്ന് കയറി എടുക്കാതെ ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ പിന്നെ നമുക്ക് ഹ്യൂജായിട്ടുള്ള ഒരു സക്സസ് റിസൾട്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അത് പേഴ്സണൽ ലൈഫിലായാലും അത് തന്നെയാണ്. പേഴ്സണൽ ലൈഫിൽ നമ്മൾ കുട്ടികളോടുള്ള ഒരു ഇടപെടലിൽ പെട്ടെന്ന് ദേഷ്യം വന്ന് കുട്ടികളെ വാരിപ്പുറക്കി അടിക്കുക, അല്ലെങ്കിൽ വൈഫുമായിട്ട് ഉടക്കാവുക, അത് വലിയ ഡൈവേഴ്സിൽ ചെന്ന് എത്തുകയാണ്. അപ്പോൾ പെട്ടെന്നുള്ള ഒരു ആങ്കറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്ന് ഡിനേ ചെയ്ത് ശാന്തമായിട്ട് ഒന്ന് ആലോചിച്ചിട്ട് പിന്നെ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ നമുക്കതിനെപ്പറ്റി സംസാരിക്കാം എന്നൊരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുവന്നാൽ അത് ഫാമിലി ലൈഫിനും നമുക്ക് ഉപയോഗപ്പെടും. അപ്പോൾ ഈ ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ എല്ലാ മേഖലയിലും നല്ലൊരു ടൂളാണ്. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. കുറച്ച് ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഇന്ന് തൊട്ട് ഒരു അടുത്ത 21 ദിവസം വരെയും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഈ ടൂൾ ഒന്ന് പരിശ്രമിച്ച് നോക്കൂ. നമ്മൾ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ഇനിയും നല്ല ടോപ്പിക്കുകളുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. തൽക്കാലം ഒരു ഗുഡ് ബൈ.